നിങ്ങളെടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നമുക്ക് എണ്ണയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഞാൻ ഈ കറിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തക്കാളിയാണ് കേട്ടോ. അത് നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ നല്ല തക്കാളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ കറി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാവേ. അങ്ങനെ അടച്ചു വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ചിക്കൻ, മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരപ്പ് പിടിപ്പിച്ച് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രേവി വന്നിട്ട് ചെറുതായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് വെന്തെടുക്കാം കേട്ടോ. ഈ ഒരു കറിയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് പുതിനയിലയും അതേപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ തന്നെ സാദാ മുളകും അതേപോലെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് എടുക്കാം കേട്ടോ. പൊടികളൊക്കെ നല്ല പച്ചമണം പോയി വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് ഇതിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ പെട്ടെന്ന് ഈ ഒരു ചൂടുവെള്ളവും കൂടി ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് ആ ഒരു മണമൊക്കെ മാറി വരും. അപ്പോൾ അതുപോലെ നന്നായിട്ട് വഴഞ്ഞിട്ട് ആ ഒരു മണമൊക്കെ മാറി വന്നപ്പോൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഗ്രേവി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ മൂടി വെച്ച് ഏകദേശം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് കുറച്ചുകൂടി നമ്മൾ മല്ലിയില, പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. നിങ്ങൾക്കിപ്പോൾ തന്നെ ഈ ഒരു ഗ്രേവി നോക്കിയാൽ മനസ്സിലാവും, നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ എണ്ണയൊക്കെ മുകൾ ഭാഗത്ത് ഇതേപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ആ ഒരു നല്ലതായിട്ട് നമ്മുടെ മസാലകളൊക്കെ ഈ ഒരു കറിയിലേക്ക് നല്ല ടേസ്റ്റിൽ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മൂടി വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കനിലെ വെള്ളവും കൂടെ ഈ ഒരു ഗ്രേവിയിലേക്ക് വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആകും കേട്ടോ. ചിക്കനൊക്കെ ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒക്കെ ബോണിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം നമുക്ക് മനസ്സിലാക്കും. ഈ ഒരു സമയത്ത് നമ്മളൊരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണേ. ഈ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ തയ്യാറാണ്. തക്കാളിയൊക്കെ നല്ല പഴുത്തത് ചേർത്തേക്കണം. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസ് ആയിട്ട് അയച്ചോളൂ കേട്ടോ.